അല്ല, ഈ വിധി മുന്നറിയിപ്പാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള ഈ സൈബർ തെമ്മാടി കൂട്ടങ്ങൾക്ക് മൊത്തത്തിലുള്ള മുന്നറിയിപ്പാണ്. ഇത് രാഹുൽ ഈശ്വർക്ക് മാത്രമുള്ള മുന്നറിയിപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ വടകര ഇലക്ഷൻ്റെ സമയത്ത് ഈ പറയുന്ന നമ്മളെല്ലാം ടീച്ചറമ്മ എന്ന് ഒരു കേരള 5 വർഷത്തോളം ടീച്ചറമ്മ എന്ന് വിളിച്ച ഈ ശൈലജ ടീച്ചറെ എടുത്ത് പിന്നെന്താണ് തെരുവിലേക്ക് വലിച്ചിട്ടിട്ടായിരുന്നു അഭ്യാസം മുഴുവൻ അല്ലേ? എന്ത് വളരെ മോശമായ രീതിയിൽ ആ ഇലക്ഷൻ്റെ സമയത്ത് ചിത്രീകരിച്ച്, കാരണം വലിയ ഒരു പേരുണ്ടായിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെ ആക്കാം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ഒരു ടീച്ചറിനെയാണ് വലിയ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തത്. അപ്പം ആരൊക്കെയാണോ ഇത് വളർത്തിക്കൊണ്ട് വന്നവർ, ഇവരെ ഈ ടീമിനെ വളർത്തിക്കൊണ്ട് വന്ന ആൾക്കാരില്ലേ, ആ വളർത്തിക്കൊണ്ട് വന്ന ആൾക്കാർക്ക് തിരിച്ചടി കിട്ടുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. കേരളത്തിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഉണ്ടായിരുന്ന പിന്നെ എന്താണ് ഈ ഒരു കൂട്ടമുണ്ടല്ലോ, ഒരു ഫോണിൽ മെസ്സേജ് അയച്ചാൽ ഈ പറഞ്ഞ വെട്ടുക്കിളി വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത് പോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന ഈ കൂട്ടമുണ്ടല്ലോ. ഇപ്പോൾ ആർക്കെതിരെയാ? ഇപ്പോൾ സി പി എമ്മിനെതിരെ ഒന്നും സമയമില്ല അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സി പി എമ്മിനെതിരെ അറ്റാക്ക് ചെയ്യാൻ സമയമില്ല, ബി ജെ പിക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ സമയമില്ല. ഈ ടീമിന് മുഴുവൻ ഇപ്പോൾ സ്വന്തം പരസ്പരം തല്ലി. ഈ പണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ പിന്നെ പ്രശ്നം ഉണ്ടാവുമല്ലോ. കാരണം ഇവർ ഒരു സമയത്ത് ഇവർ ഭയങ്കര ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ ഇവർ ഉള്ളിൽ പ്രശ്നമായി കഴിയുമ്പോൾ ഗുണ്ടാ സംഘങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. ഈ ഉള്ളിൽ തന്നെ അടിയും വെട്ടും കുത്തൊക്കെ ആയിരിക്കും. ഇതാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്.